ദൂഷ്യത്തിന് സഭയിലെ 5 വൈദികരെ താൽക്കാലികമായി ചുമതലകളിൽ നിന്ന് നീക്കി. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി നമസ്കാരം. AQ വിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി കേരളത്തിലെ ആധുര വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭ തകർച്ചയുടെ വക്കിലേക്ക്. ആടുകളെ നയിക്കേണ്ട, ആടുകളുടെ ഇടയനാകേണ്ട വ്യക്തികൾ തന്നെ ചെന്നായ്ക്കളാകുന്ന സ്ഥിതിവിശേഷം കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുള്ള നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത തന്നെ. പീഡനക്കേസിൽ ഒരു വൈദികൻ കൂടി പിടിയിലായിരിക്കുന്നു. ഈ വൈദിക സമൂഹം പഠിച്ച ധാർമ്മികതയും അവർ പഠിച്ച തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ മനുഷ്യരെ കബളിപ്പിക്കാനുള്ള ചെപ്പടി വിദ്യകളായിരുന്നുവെന്ന് കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. ഇടറുന്ന ശബ്ദം, തളരുന്ന ദേഹം, ഇത് എൻ ശരീരം, ഇത് എൻ്റെ രക്തം. ഇടറുന്ന ശബ്ദം, തളരുന്ന ദേഹം, ഇത് എൻ ശരീരം, ഇത് എൻ്റെ രക്തം. നീങ്ങിൽ കലരും ഒരു തുള്ളി വെള്ളം, കണ്ണീരായതിന്നെന്തേ? വീഞ്ഞിൽ കലരും ഒരു തുള്ളി വെള്ളം, കണ്ണീരായതിന്നെന്തേ? ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി? എന്തു പറ്റിയച്ച? ഹേയ്, ഒന്നുമില്ലച്ച. എന്താണെങ്കിലും പറയൂ അച്ചോ, അതോ കർത്താവിനോട് മാത്രമേ പറയുകയുള്ളൂ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലച്ചോ. ജീവിതത്തിൽ ആദ്യമായിട്ടച്ച ഇത്രമാത്രം തളർന്നു പോയത്. ഈ ദിവസങ്ങളിൽ ഞാൻ നേരിട്ട അനുഭവങ്ങൾ അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നച്ചോ. എല്ലാ ജീവിതാന്തസ്സും മഹത്തരമാണെന്നച്ച ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് കാണുമ്പോൾ, അവഹേളിക്കപ്പെടുന്നത് കാണുമ്പോൾ ചങ്ക് പൊട്ടുവച്ച. നിർത്താൻ കുറച്ചു നേരം നിൽക്കാം. ഓ, എന്നാ ചൂടല്ലേ. ഈ അച്ഛന്മാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്നാ തോന്നണത്. എന്തു പറ്റി? ഇന്നും കൂടി ഒരുത്തനെ പൊക്കിയെന്നാ കേട്ടെ. ഓ, അത് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇമാരി പണിക്ക് പോണത്. ദേ വരുന്നുണ്ട് ഒരുത്തൻ. തനിക്കൊക്കെ ഒരു പണിയെടുത്ത് ജീവിച്ചോടോ. പാപഭാരവുമായി വിഷമിച്ച് കടന്നു വരുന്നവർ എല്ലാം ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാച്ച. പക്ഷേ ഞാൻ പവിത്രമായി കണ്ട് സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന കുമ്പസാരത്തെ
അച്ചോ നമസ്കാരം അച്ചോ. അച്ചോ ഒന്ന് കുമ്പസാരിപ്പിക്കാൻ അച്ഛാ. ഈ പാവിന്ന് കുമ്പസാരിപ്പിക്ക അച്ഛാ. താനൊന്ന് കുമ്പസാരിപ്പിച്ചിട്ട് പോയാൽ മതിടോ. തനിക്കെന്താ ചെവി കേട്ടൂടെ? താനെന്താ പെണ്ണുങ്ങളെ മാത്രമേ കുമ്പസാരിപ്പിക്കുള്ളൂ? തന്റെ ബേഗിൽ നിന്നിട്ടാ വിടറ ഇങ്ങനെയൊക്കെ തൊട്ടാ നമ്മുടെ കയ്യിൽ നിന്ന് ആറും. ഓ പാതിരി പോട്ടെ. വിടറ പോ. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പച്ചൻ്റെ കൂടെയാ പോയിരുന്നത്. അപ്പച്ചന് വയ്യാതായി പിന്നെ ഒറ്റയ്ക്കായി പോക്ക്. ചെറുപ്പം മുതലേ അൾത്താരപാലനായിരുന്നച്ചു. ഹൈസ്കൂളിലെത്തിയതോടെ കൂട്ടുകാരൊക്കെ പതിയെ പള്ളിയിൽ വരാതെയായി. പക്ഷേ ഞാനെപ്പോഴും ആൾത്താരിലുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നച്ചു എനിക്കെൻ്റെ ഈശോയെ. ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനെ ആകാനുള്ള കൊതിയാച്ച എന്നെ സെമിനാരിൽ എത്തിച്ചത്. പക്ഷേ ഇന്നെല്ലാവർക്കും വെറുപ്പ. എല്ലാവരും ആട്ടി ഓടിക്കു വച്ച. അച്ചോ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിന്നോട് പറഞ്ഞിട്ടില്ലേ ആരെടുത്തൊന്നും ഒന്നും വാങ്ങിക്കരുതെന്ന്? അവൻ്റെ ഒരു മിഠായി. അച്ഛൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചോ. പത്രക്കാരും നാട്ടുകാരും കൂടെ നമ്മളെ ഈ അച്ഛന്മാരെയും സന്യാസികളെയും വലിച്ചു കീറുകയാണെന്ന് എനിക്കറിയാം. അച്ഛന് കുരിശു കണ്ടു. കുരിശിൽ മരിച്ചവൻ ഇന്നും അവിടെ ജയിച്ചു നിൽക്കുക. ആരുടെയൊക്കെയോ തെറ്റിന് അച്ഛനെപ്പോലെയുള്ള വിശുദ്ധരായ വൈദികരെയും സന്യാസികളും ബലിയാടുകളാകുന്നുണ്ടെങ്കിൽ അതാ ദുഃഖവെള്ളിയുടെ ഓർമ്മയാ. പാപം ചെയ്തില്ല എന്നൊരു തെറ്റേ ഈശോ ചെയ്തുള്ളൂ. അതിന് ഏറ്റവും വലിയ തെറ്റുകാരന് ലഭിക്കുന്ന ശിക്ഷയല്ലേ അവനും ലഭിച്ചത്? അതെ അച്ചോ, ഗുരു കടന്നുപോയതിലൂടെയെല്ലാം ശിഷ്യരായ നമ്മളും കടന്നു പോകണം. അവനെ ക്രൂശിക്കുക എന്നൊരാരവം അച്ഛൻ കേൾക്കും. ചാട്ടവാറടികൾ അച്ഛൻ്റെ മേനിയെ നോവിക്കും. നാഥനെ പോലെ ആണിമേൽ തൂങ്ങും. പക്ഷേ ആ കുരിശിനപ്പുറം ഉയർപ്പുണ്ട്, നിത്യമായ ജീവനുണ്ട്, ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. പിന്നച്ച പൗരോഹിത്യം ഈശോയുടെ ദീർഘദയത്തിൻ്റെ സ്നേഹമാണ്. പുരോഹിതൻ അവന് സ്വന്തമല്ല, അവൻ ഈശോയ്ക്കും ദൈവമാതാവിനും സ്വന്തമാണ്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ നനവ് പറ്റി വളർന്നതാണ് ഓരോ ദൈവവിളിയും. ദൈവം നൽകുന്ന ഉത്തരമാ ദൈവവിളി. അതങ്ങനെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയില്ലച്ചോ. ഈ അപമാനങ്ങൾക്കോ കുറ്റപ്പെടുത്തലുകൾക്കോ
നമ്മെ ഒന്നും ചെയ്യാനാകില്ലച്ചോ. കാരണം ആ ക്രൂശിതൻ നമ്മോടൊപ്പമുണ്ട്. ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ്. കാരണം മറ്റൊന്നുമല്ല, അവൻ ഈ കഴുതയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്, അവന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കൂടുതൽ ബോധ്യമായതുകൊണ്ടാണ്. മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദം. നൊന്തുപെറ്റ അമ്മയെയും പോറ്റി വളർത്തിയ അപ്പനെയും സ്നേഹവും കുസൃതിയും പങ്കുവച്ച സഹോദരങ്ങളെയും കളിച്ചു വളർന്ന വീടിനെയും കൂട്ടുകാരെയും വിട്ടിറങ്ങിയത് വെറുമൊരു തമാശയ്ക്കല്ലായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ അതിയായ ആനന്ദം. ഒരു പക്ഷേ ലോകത്തിലായിരുന്നുവെങ്കിൽ ലഭിക്കാമായിരുന്ന സ്ഥാനമാനങ്ങളും സുഖസന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് അവൻ്റെ സ്വരത്തിന് കാതോർത്തത് അതൊന്നും എത്തിപ്പിടിക്കുവാൻ കഴിവില്ലാഞ്ഞിട്ടോ അത് മോശമായിരുന്നതുകൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് അവന് എന്നെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരുന്നു. പക്ഷേ ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആരുമുണ്ടായിരുന്നില്ല കൂടെ നിൽക്കുവാൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ. ആകപ്പാടെ വിളിച്ചവൻ മാത്രം കൂട്ട്. എന്തിനും ഏതിനും കൂടെയുണ്ടായിരുന്ന വീട്ടുകാരോ സ്വന്തക്കാരോ ഇക്കാര്യത്തിൽ മാത്രം കൂടെ നിന്നില്ല. ഇന്ന് ഞാനടങ്ങുന്ന ഈ ചെറിയ അജഗണം കുറ്റവാളികളെ പോലെ കരുതപ്പെടുമ്പോൾ, ഞങ്ങൾക്കു നേരെ ചൂണ്ടുവിരൽ ഉയരുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. ഞങ്ങൾക്കു നേരെ ചൂണ്ടുവിരൽ ഉയർത്തുന്നവർ ഒരു നേരമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, സഹായവും പ്രോത്സാഹനവും ആവശ്യമുള്ളവർക്ക് അത് നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കില്ലായിരുന്നു. അല്ല, ഞാനെന്തിന് പാവം ജനങ്ങളെ കുറ്റം വിധിക്കണം? തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. നടക്കാൻ പാടില്ലാത്ത വഴിയിലൂടെ നടന്നതും ലക്ഷ്യം മറന്നതും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുവാൻ പറ്റാത്തതും അതിന് പരിശ്രമിക്കാത്തതും ഞങ്ങളുടെ തെറ്റ്. പക്ഷേ ഇതിനു മാത്രം ക്രൂശിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് എന്തു തെറ്റാ ചെയ്തത്? ദിവസവും കണ്ടുമുട്ടുന്നവർക്ക് വേണ്ടി, സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് വേണ്ടി, ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോ? അവർക്ക് വേണ്ടി ദിവസവും ജപമാല മണികൾ ഉരുട്ടുന്നതോ? പുരോഹിതരും സന്യസ്തരും സുഖിക്കുകയാണ് എന്ന് പറയുന്നവരാരും ഇതുവരെ ഈ സുഖജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും സത്യമറിയുന്നതിന് മുൻപേ ക്രൂശിക്കുമ്പോഴും ക്രൂശിത നീയുണ്ടല്ലോ എന്ന സമാധാനം. ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടവന്റെ ദാസർ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ? സന്തോഷത്തിലും ദുഃഖത്തിലും, വേദനയിലും കുറ്റപ്പെടുത്തലുകളിലും, പരിഹാസങ്ങളിലും ഏകാന്തതയിലും യേശുവേ ക്രൂശിത നീ മാത്രം, അത് മതി എനിക്ക്. നിന്റെ ദാസനായ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. ക്രൂശിത ശക്തിപ്പെടുത്തണമേ. സഹയാത്രികനായി
കൂടെ ഉണ്ടാകണമേ. കൃപയാലെ തിരഞ്ഞെടുത്തവനേ, ജനനം മുതലെന്നു വിശുദ്ധിതൻ പരിമളം